നമസ്കാരം. ഈ ആഴ്ചത്തെ വീഡിയോ നമ്മൾ ബഡ്ജറ്റിങ്ങിനെ കുറിച്ചാണ്. ബഡ്ജറ്റിംഗ് എന്ന് പറയുമ്പോൾ വീട് നിർമ്മാണത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് അതിനെ ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. ഫൗണ്ടേഷനിൽ, ബ്രിക്ക് വർക്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ബഡ്ജറ്റ് ചെയ്യാൻ പറ്റും. ഈ ആഴ്ചത്തെ വീഡിയോ എങ്ങനെ വീട് ബഡ്ജറ്റ് ചെയ്യണമെന്നതിനെ കുറിച്ചാണ്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീട് നമ്മൾ തുടങ്ങാൻ നേരത്ത് ഫസ്റ്റ് തുടങ്ങുന്നത് ഫൗണ്ടേഷനിലാണ് അല്ലേ? ഈ ഫൗണ്ടേഷൻ ചെയ്യണ മുൻപ് നിങ്ങളുടെ മണ്ണ് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവണം. അതായത് ഫൗണ്ടേഷൻ അനുയോജ്യമായ മണ്ണ് പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഫൗണ്ടേഷൻ ചെയ്യാവൂ. അപ്പോൾ ചില സ്ഥലങ്ങൾ നല്ല ഹാർഡായിട്ടുള്ള സോയിലായിരിക്കും. നല്ല ഹാർഡായിട്ടുള്ള സോയിലാണ്, ഒരു ലാറ്ററൈറ്റ് ആയിട്ടൊക്കെ സോയിലാണെങ്കിൽ നിങ്ങൾക്ക് കരിങ്കൽ ഫൗണ്ടേഷൻ ചെയ്താൽ മതിയാവും. ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് കരിങ്കൽ ഫൗണ്ടേഷൻ. ഇനി അടുത്തത് നിങ്ങൾ ഇപ്പോൾ നമ്മുടെ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ ബ്ലാക്ക് സിൽറ്റി സോയിലുള്ള സ്ഥലങ്ങളിലാണെങ്കിലും കരിങ്കൽ ഫൗണ്ടേഷൻ മതി കേട്ടോ. അതേപോലെ തന്നെ കുറച്ച് ഇത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള സോയിലാണെങ്കിൽ നിങ്ങൾക്ക് കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷനിലേക്ക് പോകാം, അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനിലേക്ക് പോകാം. കുറച്ച് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് കോളം ഫൂട്ടിങ്ങുകളും ഈ റാഫ്റ്റ് ഫൗണ്ടേഷൻ നല്ലത്. ഇനി ഡെപ്തിലേക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ടുള്ള സാൻഡുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് കോളം ഫൂട്ടിങ് തന്നെയാണ്. കാരണം വെച്ചാൽ ആ കോളത്തിൻ്റെ പൊസിഷനിൽ മാത്രം നിങ്ങൾ എക്സ്കവേറ്റ് ചെയ്ത് താഴ്ത്തിയാൽ മാത്രം മതിയാവും. ബാക്കി നിങ്ങൾക്ക് കോളം ബിൽഡപ്പ് ചെയ്തുകൊണ്ട് പൊക്കത്ത് നമ്മുടെ എവിടെയാണ് നമുക്ക് ഫൗണ്ടേഷൻ ബേസ്മെൻറ്റ് ലെവൽ വരുന്നത് ആ ലെവലിൽ നിന്ന് ഒരു 15-20 സെൻറ്റിമീറ്റർ താഴ്ത്തിക്കൊണ്ട് നിങ്ങൾക്ക് ബീം ബിൽഡപ്പ് ചെയ്താൽ മതിയാവും. അതും കോസ്റ്റ് എഫക്റ്റീവ് രീതിയാണ്. അതല്ലാതെ ചതുപ്പ് സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നല്ലെങ്കിൽ സാൻഡ് പൈലിംഗ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പൈലിംഗ്, ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ എത്രമാത്രം ചെളിയുടെ അംശമുണ്ട് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇനി ഇത്തരം സ്ഥലങ്ങളിൽ വീട് വെക്കുന്നവർക്കും കുറച്ചുകൂടി കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് പൈലിംഗ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈലിംഗ് ചെയ്യാൻ ഒരുപാട് പണച്ചെലവ് വരുന്നുണ്ട്, പലയിടത്തും വരുന്നുണ്ട്. കാരണം കോൺക്രീറ്റ് പൈലിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ് ആകുക തന്നെ ചെയ്യും. ഏതാണ്ട് ഒരു 7 ലക്ഷം 8 ലക്ഷം ഒക്കെ വരും ഒരു സാധാരണ വീടിന്. അപ്പോൾ അത്തരം സാധനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കോളം ഫൂട്ടിംഗ് ഫൗണ്ടേഷൻ തന്നെ ചെയ്യണം. പക്ഷേ അതിൻ്റെ അടിയിലേക്ക് ചെളിയുള്ള ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് നമ്മുടെ കല്ലൻമുളയില്ലേ, കല്ലൻമുള നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് കല്ലൻമുള. ഈ കല്ലൻമുള എവിടെയാണ് കോളം വരുന്നത് ആ കോളം വന്ന കറക്റ്റ് സ്ഥലത്ത് ആ കോളം പ്ലേസ് ചെയ്യുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് കല്ലൻമുള അടുപ്പിച്ച് ചേർത്ത് അടുപ്പിച്ച് വെച്ച് അടിച്ചു താത്തണം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കല്ലൻമുള അടിച്ചു താത്തിയിട്ട് അത് എത്ര ഹാർഡിൽ പോകുന്നുണ്ട് അതിന് നീളം എടുത്തിട്ട് വേണം ബാക്കി എല്ലാ കല്ലൻമുളകളും കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ. ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി കല്ലൻമുള കിട്ടാത്ത സ്ഥലങ്ങൾ വെച്ചാൽ ഇപ്പം തീരപ്രദേശങ്ങളിൽ കല്ലൻമുള ചിലപ്പോൾ കിട്ടാൻ ചാൻസസ് കുറവായിരിക്കും. അങ്ങനത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെങ്ങും കുറ്റി ഇതിനു വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഈ തെങ്ങ് കുറ്റി എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും മൂത്ത തെങ്ങാണ് നിങ്ങൾ അതിനുവേണ്ടി കട്ട് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെങ്ങ് കട്ട് ചെയ്ത് നിങ്ങൾ ഇറക്കാൻ നേരത്ത്, അല്ലെങ്കിൽ കല്ലമ്പുളയാണെങ്കിലും കട്ട് ചെയ്ത് നിങ്ങൾ ഇറക്കാൻ നേരത്ത് എഡ്ജ് ഷാർപ്പൺ ചെയ്തിട്ട് വേണം താഴത്തേക്ക് ഇറങ്ങാൻ. അപ്പോൾ പെട്ടെന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോവും. അതായത് മൂലകളെല്ലാം ഷാർപ്പ് ചെയ്ത ശേഷം, അറിയാമല്ലോ നമ്മൾ പെൻസിലൊക്കെ കട്ട് ചെയ്യണ പോലെ തന്നെ ചെയ്യും, അതേപോലെ തന്നെ ഷാർപ്പ് ചെയ്തിട്ട് അടിച്ചിറക്കാൻ ശ്രമിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എവിടെയാണ് കോളം ഫൂട്ടിങ് വരുന്നത് ആ കോളം ഫൂട്ട് ഇപ്പോൾ 120x120 സൈസാണ് കോളം ഫൂട്ടിങ് വരുന്നത്. ഈ 120ലും നിങ്ങൾ അടിച്ചിറക്കണം. സ്പേസ് ഇല്ലാതെ കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചിറക്കിയിട്ട് അതിൻ്റെ പൊക്കത്ത് നിങ്ങൾ PVC ഇട്ടിട്ട് മാറ്റ് ഇട്ട് നേരെ കോളം ഫൂട്ടിങ് ചെയ്താൽ മതിയാവും. ഇതും ഒരു കോസ്റ്റ് എഫക്റ്റീവ് രീതിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് സുലഭമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യമാണ്. കോളം ഞാൻ പറയുന്നത് പൈലിംഗ് വേണ്ട സ്ഥലങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. കാരണം ഇത് നമ്മളുടെ കോസ്റ്റൽ ഏരിയയിലെല്ലാം ഈ സാധനം ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം തെങ്ങൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനം. ഇനി നമ്മുടെ ഫൗണ്ടേഷൻ കഴിഞ്ഞ് അടുത്തത് വരുന്നതെന്ന് പറഞ്ഞാൽ ബ്രിക്ക് വർക്ക്സ് ആണ്. ഈ ബ്രിക്ക് വർക്ക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രിക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രിക്സ് ആയിരിക്കണം എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ പറയുക, ഈ മലയോര പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് ലാറ്ററൈറ്റ് ധാരാളമായിട്ട് കിട്ടണം. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് അങ്ങനത്തെ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ കോതമംഗലം പോലെ സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ലാറ്ററൈറ്റ് ധാരാളമായി കിട്ടുന്ന സ്ഥലങ്ങളാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത് ചെങ്കല്ല് തന്നെയാണ്. പക്ഷെ ചെങ്കല്ല് നിങ്ങൾ ഉപയോഗിക്കാൻ നേരത്ത് അതിൽ എപ്പോഴും റൂട്ട്സ് ഉണ്ടാവും. അതായത് നമ്മൾ ഈ പറഞ്ഞ വേരുകൾ ധാരാളമായിട്ടുണ്ടാവും. അതുകൊണ്ട് ചെതൽ വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ ചെതലിന് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾ തേക്കണം മുൻപ് ചെയ്തിട്ട് വേണം അത് പ്ലാസ്റ്റർ ചെയ്യാൻ എന്ന് മാത്രം ഒരു പ്രശ്നമുള്ളൂ.
പിന്നെ അടുത്തത് ചില സ്ഥലങ്ങളിൽ ഇഷ്ടിക ധാരാളമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അത് കാരണം നിങ്ങളുടെ പ്രദേശത്ത് ധാരാളമായി കിട്ടുന്നത് എന്താണോ അതെടുത്ത് ഉപയോഗിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതായിരിക്കും ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളതെന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് എന്താ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കോസ്റ്റ് എഫക്റ്റീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് ഇന്റർലോക്കിംഗ് ബ്രിക്സ് നിങ്ങൾക്ക് മഡിലും കിട്ടും, അത് സെയിം തന്നെ കോൺക്രീറ്റിലും കിട്ടും. ഇത് യൂസ് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിക്കിന്റെ പൈസ നിങ്ങൾക്ക് ലാഭിക്കാൻ കിട്ടും. കാരണം വെച്ചാൽ അതിന്റെ ഓരോ ലേയേഴ്സും ലോക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് മണലും സിമെന്റും അതിന് ആവശ്യമില്ല. അതേപോലെ തന്നെ ക്യൂറിങ്ങും അത് ആവശ്യമില്ല. ഇൻസൈഡ് വേണം നിങ്ങൾക്ക് പ്ലാസ്റ്റർ ചെയ്യാം, ഔട്ട് സൈഡ് അതേപോലെ തന്നെ എക്സ്പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതും കോസ്റ്റ് എഫക്റ്റീവ് രീതിയാണ്. ഇനി അടുത്തത് വരാൻ നേരത്ത് സൺഷെയ്ഡ് ആണെങ്കിൽ, സൺഷെയ്ഡിൽ ഇപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റ് എഫക്റ്റീവ് രീതികളൊന്നുമില്ല. ഫ്ലാറ്റ് സൺഷെയ്ഡ് ആണെങ്കിൽ ആണ് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ്. സ്ലോപ്പ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് സാധാരണ രീതിയിൽ കൂടും. ഇനി പൊക്കത്തേക്ക് വരുമ്പോഴത്തേക്കും സ്ലാബിന്റെ കേസിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാം, പക്ഷെ അത് കുറച്ച് റിസ്ക് ഫാക്ടർ ഉണ്ട്. അത് നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ ചെയ്തില്ലെങ്കിൽ ഫില്ലർ സ്ലാബ്സ് എന്നൊക്കെ പറയും. ഈ ഫില്ലർ സ്ലാബ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, പക്ഷെ അത് നന്നായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് അവിടെ ക്രാക്ക് വരാൻ ചാൻസസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട്. കാരണം എങ്ങനെയാണ് ഫില്ലർ സ്ലാബ്സ് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, തണുപ്പൊക്കെ ആയിരിക്കും, ആ സ്ലാബിൻ്റെ അടിയിൽ എപ്പോഴും തണുപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് പറയാൻ വേണ്ടി മാത്രം ഒരു ദിവസം നമുക്ക് വെക്കാം. ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്കാണെങ്കിലും സെയിം തന്നെ ഉണ്ട്, അതുകൊണ്ട് ഫസ്റ്റ് ഫ്ലോർ ഞാൻ പറയാത്തത്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ പ്ലാസ്റ്ററിങ് വന്നു. പ്ലാസ്റ്ററിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ ജിപ്സം പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് സാധാരണ സിമെന്റ് പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യാം. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് യൂസ് ചെയ്തുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മെറ്റീരിയൽ മാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ രണ്ടാമത് അതിൻ്റെ പൊക്കത്തേക്ക് പുട്ടി ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് തന്നെ പുട്ടി പോലെ ആക്ട് ചെയ്തോളും. അത് കട്ട് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഡയറക്റ്റ് പ്രൈമർ അടിച്ച് പെയിന്റ് അടിക്കാവുന്നതാണ്. ഈ സിമെന്റ് പ്ലാസ്റ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ ഹാർഡാണ്. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, നമ്മൾ പണ്ട് മുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം. സിമെന്റ് പ്ലാസ്റ്റർ പ്രപ്പോർഷനും സാധനങ്ങളും എല്ലാം സെയിം ആണ്. മണലിൻ്റെ കേസ് മാത്രം നിങ്ങൾക്ക് ആറ്റുമണൽ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആറ്റുമണൽ യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നോർമൽ നമ്മൾ ഡബിൾ വാഷ് ആയിട്ടുള്ള പി സാൻഡ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ പൊക്കത്തേക്ക് പുട്ടിയിടുക, പെയിന്റ് അടിക്കുക, ഇതൊക്കെയാണ് വരുന്നത്. ഫ്ലോറിങ്ങിൽ നിങ്ങൾക്ക് വരാൻ നേരത്തെ ഫ്ലോറിങ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഡ് ഓക്സി യൂസ് ചെയ്യാം. റെഡ് ഓക്സൈഡ് നമ്മുടെ നാട്ടിലൊക്കെ വളരെ സുലഭമായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സാധനമാണ് റെഡ് ഓക്സൈഡ്. പക്ഷേ ഈ റെഡ് ഓക്സൈഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ നേരത്ത് ആ ചരലും കൂടി മിക്സ് ചെയ്ത് യൂസ് ചെയ്തിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്ത് പോളിഷ് ചെയ്താൽ നമ്മുടെ ഗ്രാനൈറ്റ് കിടക്കുന്ന പോലെ കിടക്കും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുൻപ്. പക്ഷേ എന്നാലും ഇപ്പോഴും അത് നാട്ടിൽ ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുന്നത് വെച്ചാൽ കോൺക്രീറ്റ് ചെയ്ത പോർഷനിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് അവരത് പോളിഷ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ റെഡ് ഓക്സൈഡ് ഇട്ടിട്ട് ചരലും കൂടി മിക്സ് ചെയ്തിട്ടുകൊണ്ട് ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്തേക്ക് വേണമെങ്കിൽ ഒന്ന് റബ്ബ് ചെയ്തൊന്ന് പോളിഷ് ചെയ്താൽ ഏതാണ്ട് ഗ്രാനൈറ്റിൻ്റെ ഫിനിഷിങ് കിട്ടും. അതും ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈലിംഗ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫ്ലോറിങ്ങിന് ചെയ്യാവുന്ന രീതി. ശരിക്കും ഇതുവരെയാണ് നമുക്ക് കോസ്റ്റ് കട്ട് ചെയ്യുക. പിന്നെ വരുന്നത് നമ്മുടെ ഫിറ്റിങ്സുകളാണ്. ഫിറ്റിങ്സുകൾ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് മേടിച്ചാൽ മാത്രമേ കോസ്റ്റ് കട്ടിങ് ആവുള്ളൂ. കാരണം ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റ് തിരഞ്ഞെടുത്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കോസ്റ്റ് നമുക്ക് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. ഇപ്പോൾ സാധാരണ രീതിയിൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു 1500 മേളിലായിപ്പം. 1500, 1800, 2000 അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മൾ എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാകാതെ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ, എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. വോയിസ് ആയിട്ട് കമൻറ്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ തന്നെ കമൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കൂടുതലായിട്ട് അറിയാനുണ്ടെങ്കിൽ, ഇനി ഞാൻ പറഞ്ഞുപോയ കാര്യങ്ങൾ എന്തെങ്കിലും പൊട്ടത്തരം ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ KG ഫ്രാൻസിസ്, സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.